ഒരുപക്ഷെ എയ്ഡഡ് കോളേജിൽ നിന്നും ഗവൺമെൻറ് കോളേജുകളിൽ നിന്നും മിടുക്കരായ അധ്യാപകർ സ്വകാര്യ സർവകലാശാലയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അവർ 2.5 ഇരട്ടി ശമ്പളത്തോടെ അതെ, അവർക്ക് പ്രധാനപ്പെട്ട സ്വകാര്യ സർവകലാശാലകളിലേക്ക് ഇത് നമ്മുടെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് പോയ മിടുക്കരായ അധ്യാപകർ എനിക്കറിയാം. അതെ, അതേപോലെ തന്നെ ഇവിടെയും കേരളത്തിലും സ്വകാര്യ സർവകലാശാലയിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും നമ്മുടെ പൊതുമേഖലയ്ക്ക് ഒരു തിരിച്ചടിയായി വരും. ഇതിനോടൊപ്പം പറയേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറയട്ടെ. ഒന്ന്, ഈ കോഴ്സുകളുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം അത് ഇൻ്റർനാഷണൽ ഡിമാൻഡോ നാഷണൽ ഡിമാൻഡോ അനുസരിച്ചുള്ള ഒരു സൊസൈറ്റൽ ഡിമാൻഡിൻ്റെ കോഴ്സുകളാണ് വരുന്നത്. അക്കാര്യത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് ഒരുപക്ഷെ കോടതി പോലും ഗവൺമെൻറ്റിനെ അംഗീകരിക്കാൻ സാധ്യതയില്ല. അത് സ്വകാര്യ സർവകലാശാലകൾക്കുള്ള അവകാശം കിട്ടും. പ്രത്യേകിച്ച് അത്തരം ബോഡീസ്, അക്കാഡമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ്, അതിനകത്തൊക്കെ രാഷ്ട്രീയക്കാരെ കൊണ്ട് കയറ്റാനൊക്കെ ശ്രമങ്ങളുണ്ടാകും. പക്ഷേ അതൊന്നും വിജയിക്കാൻ പോണില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്ന ആൾക്കാരും ഇതൊക്കെ പഠിച്ചും മനസ്സിലാക്കി മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടത്തിയും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നന്നായിട്ട് അറിഞ്ഞിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം റെഗുലേഷൻ വരുമ്പോൾ നമ്മൾ ഈ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, അതായത് ഗവൺമെൻറ്റൽ റെഗുലേഷൻ, പ്രത്യേകിച്ച് ഭരണസമിതികളിൽ അംഗത്വം നേടുക, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിലെ രാഷ്ട്രീയക്കാരിരിക്കുന്ന പോലെ കയറ്റാനല്ലേ, അതൊന്നും പ്രായോഗികമായിട്ട് നടക്കും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ അടച്ചുപൂട്ടിയിട്ട് പോകാനേ സാധ്യതയുള്ളൂ അത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ. ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ അമിത രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ പരിമിതി ഇവിടെ എന്താകും, എത്രത്തോളം ആകും? ഇപ്പോൾ റാങ്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെ. റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഗവൺമെൻറ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും എല്ലായിടവും റാങ്കിങ് വന്നു. ഇത്രയും ജനാധിപത്യ ബോധമുള്ള സംസ്ഥാനത്ത് ഇത് വന്നത് നമുക്ക് നമ്മുടെ അഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന രീതിയിൽ, മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള റാങ്കിങ് അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും സ്വകാര്യ സർവകലാശാലകളിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് റെപ്യൂട്ടേഷന് പ്രാധാന്യമുണ്ട്. അവരുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ചാണ് അവരെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ആ നിലയ്ക്ക് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശക്തമായ നിയന്ത്രണം ഉണ്ടാകും. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഈ ഹോസ്റ്റലുകളിൽ പോലും മറ്റുള്ളവരെ, കോളേജിൽ പഠിക്കാത്തവരെ താമസിപ്പിക്കാൻ അനുവാദം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല ഹോസ്റ്റലുകളിലും അങ്ങനെയല്ല നടക്കുന്നത്. അതുകൊണ്ട് കഞ്ചാവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതൊക്കെ സ്വകാര്യ സർവകലാശാലകൾ ഗവൺമെൻറ് സർവകലാശാലകളെക്കാൾ മെച്ചമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. വാസ്തവത്തിൽ സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് തടയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തിയത് കൊണ്ട് തന്നെയാണ് ഇത് അംഗീകരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ.